നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, വില പിടിച്ച നിർദ്ദേശങ്ങൾ തരണം. ഈ വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മിഥുനൻ രാശിക്കൂറുകാർക്ക് എന്നുവെച്ചാൽ മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര മൂത്രവും പുണരത്തിൻ്റെ 45 നാഴിക അല്ലെങ്കിൽ 18 മണിക്കൂർ ഇത് ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർ പൊതുവേ എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ഇഷ്ടമൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർക്ക് എന്തൊരു നല്ലത് വന്നാലും കെട്ടത് വന്നാലും അവർ കൂടുതൽ ടെൻഷൻ അടിക്കാനാ, കൂടുതൽ അഹങ്കാരം കാണിക്കാനാ, കൂടുതൽ സന്തോഷം പ്രകടിപ്പിക്കാനാ ഒന്നും പോകില്ല. അവർ വെള്ളത്തിൽ കിടക്കുന്ന താമരയെ പോലെയാണ്. തോന വെള്ളം ഉണ്ടെങ്കിലും ചൂല വെള്ളം ഉണ്ടെങ്കിലും വലിയ ഗംഭീരങ്ങി നിന്ന് കൊടുക്കും. അത്ര തന്നെ. നല്ല അറിവും കഴിവും ബുദ്ധിയും ശക്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് മിടുക്കരാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളെ ഉത്തരവാദിത്വത്തോടു കൂടി ഏത് കാര്യങ്ങളും ഏൽപ്പിക്കാൻ ആർക്കും ഒരു മടി തോന്നില്ല. നല്ല മനുഷ്യരാണ്. ശാസ്ത്രങ്ങൾ, അഭിനയങ്ങൾ, രാഷ്ട്രീയങ്ങൾ, പൊതുപ്രവർത്തന രംഗങ്ങൾ എന്ത് വേണോ അധ്യാപനം, നിയമം, എല്ലാ കാര്യത്തിലും നല്ല പരിജ്ഞാനമുള്ളവരാണ്. സകല കലാവല്ലഭന്മാരാണ്, വല്ലഭിമാരുമാണ്. അതേപോലെ നമുക്ക് എന്ത് കാര്യത്തിനും മിടുക്കുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പോണ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കണം, അത്രമാത്രം. കാരണം ഒന്നിലും ഉറച്ചു നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. പെട്ടെന്ന് സമ്പന്നന്മാരാകാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് ഒന്ന് കുറേ കാലം അത് മതിയാക്കിയിട്ട് അതിൻ്റെ വേറൊന്നിന് പോവും, വേറൊന്ന് പോവും. ഇങ്ങനെ പലതിലും ചാടി മാറി ഓടി പോകുന്നത് കൊണ്ടാണ് അവർക്ക് ഓരോ മേഖലയിലും വലിയ മെച്ചം കിട്ടണില്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടാകും. വിഷയങ്ങളും മിടുക്കരാണ്. ഇപ്പോൾ മിഥുനൻ രാശിക്കൂറുകാർക്ക് വേഴൻ ഇപ്പോൾ 1 മാറി 2-ലും, പിന്നെ 3-ലും വരും. 3-ന് വീണ്ടും നമുക്ക് 2-ലാണ് വരും. അത് രക്ഷപ്പെടും. വേഴനെന്ന് പറയുന്ന ഗ്രഹത്തിന് ഇത്രയും പ്രാധാന്യം എന്ന് വെച്ചാൽ സൗരയൂഥത്തിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് വേഴൻ. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരാൾ നമുക്കെല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങൾക്കും പുരോഗതി കിട്ടുന്നത് പോലെയാണ്. ദിഷണി അനുകൂലേ പ്രായോ അനുകൂലാക്ക സകലാശദേവ. വേഴനെന്ന് പറയുന്ന ഗ്രഹം അനുകൂലത്തിൽ സഞ്ചരിക്കുമ്പോൾ സർവ്വദേവന്മാരുടെയും അനുകൂലവും അനുഗ്രഹവും നമുക്കുണ്ട്. 2-ലാണ് വേഴൻ. 2026 6-ാം മാസം 2-ാം തീയതി മുതൽ 2-ൽ വരും. 2026 10-ാം മാസത്തിൽ 3-ൽ വരും. 2027 ജനുവരിയിൽ വീണ്ടും 2-ൽ വരും. പിന്നെ 2027 6-ാം മാസം 26-ാം തീയതി 2-ന് വീണ്ടും 3-ലേക്ക് വരും. അങ്ങനെ വേഴമാറ്റം ഉണ്ട്. അപ്പോൾ വേഴൻ 2 നിൽക്കുന്ന കാലഘട്ടമാണ് കൂടുതൽ. ഇപ്പോൾ വേഴൻ 2 നിൽക്കുമ്പോൾ എന്തിനൊക്കെ കിട്ടും എന്ന് ചോദിച്ചാൽ സൗമ്യേ വിത്തഗതേ പുരാർജിതധന നാമേവ മൃത്യുൽഭവ പ്രാപ്ത്യാപ്തിർഫരണീയരഞ്ജനസുഖം പ്രശ്നേതിയായാൽ ഫലം. സൗമ്യ വിത്തഗതേ. ശുഭഗ്രഹങ്ങൾ 2 നിൽക്കുമ്പോൾ പുരാർജിതധനം, പൂർവിക സ്വത്തുവകകൾ കിട്ടും. അത് പൂർവിക സ്വത്ത് നാമേവ വൃത്തി ഉത്ഭവ. വെറും പേരിന് വേണ്ടിയേ നമുക്ക് പൂർവിക സ്വത്തുണ്ടെങ്കിലും നമ്മളെ അധ്വാനം കൊണ്ട് വസ്തുക്കളൊക്കെ വാങ്ങിക്കാൻ അപവൃത്തിപ്പെട്ട് വരാൻ യോഗമുണ്ട്. പ്രാപ്തിയാപ്തി. നമുക്ക് എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലൊക്കെ നേടി ജയിക്കും. കാര്യപ്രാപ്തി ഉണ്ടാകും. പിന്നെ പാത്രാപ്തിനൊന്നും ഒരു വ്യാഖ്യാനമുണ്ട്. പാത്രങ്ങൾ വാങ്ങിക്കാൻ യോഗമുണ്ട്. പണ്ട് നമുക്ക് വീടുകളിൽ ആവശ്യമുള്ള പാത്രങ്ങൾ, ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കും. അതേപോലെ ഭരണജനങ്ങൾ നമ്മൾക്ക് അനുകൂലിച്ച് ഒരു സർക്കാർ, കോടതി, അധികാരികൾ, ഉന്നത വ്യക്തികളുടെയൊക്കെ പ്രീതി, സഹായം, അനുകൂലമൊക്കെ കിട്ടും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ അനുകൂലം വേണമെങ്കിലും നിങ്ങൾ പരിശ്രമിച്ച എല്ലാ കാര്യങ്ങളും നേടിക്കിട്ടും. അധികാരവും അവാർഡും അംഗീകാരവും ഒക്കെ കിട്ടും. 2 എന്ന് പറയുന്നത് വിദ്യയും കുടുംബവും ധനമാണെന്ന് പറയും. വാക്കും കുടുംബം ച ധനം തുതിയം. അപ്പോൾ വിദ്യ പഠിക്കണവർക്കും പഠിപ്പിക്കണവർക്കും ഒക്കെ നല്ല സ്കൂള്, കോളേജ്, വിദ്യാമേഖലയായി പ്രവർത്തിക്കുന്നവർക്ക്, പഠിക്കാൻ പോകുന്നവർക്കും പഠിപ്പിക്കാൻ പോകുന്നവർക്കൊക്കെ വളരെ ഭാഗ്യാഭിവൃദ്ധികളുണ്ടാവും. നല്ല മാർക്ക്, സെലക്ഷൻ, അംഗീകാരമൊക്കെ കിട്ടും. അങ്ങനെ നമുക്ക് കുടുംബം എന്ന് വെച്ചാൽ ആരൊക്കെ ചേർന്ന കുടുംബം? നമ്മൾ ജനിച്ചപ്പോഴേ അച്ഛനുണ്ട്, അമ്മയുണ്ട്,
സഹോദരങ്ങളുണ്ട്. ഭാര്യ, ഭർത്താവ്, മക്കള്, മരുമക്കള്, അതേപോലെ അമ്മ, കുഞ്ഞമ്മ, അമ്മമ്മ, കുടുംബജനങ്ങളുടെയൊക്കെ പ്രീതി കിട്ടും. പല രാജ്യത്ത് തെറിച്ച് താമസിക്കണവർ, പഠിക്കാൻ ഒരു രാജ്യത്ത്, ജോലിക്കൊരു രാജ്യത്ത്, കുടുംബം ഒരു രാജ്യത്ത്, ഇങ്ങനെയൊക്കെ പല രാജ്യത്ത് മാറി താമസിക്കുന്നവർക്കെല്ലാവർക്കും കൂടെ ഒന്നിച്ച് ജീവിക്കണമെന്നൊരു ആഗ്രഹം തോന്നും. എല്ലാവരും ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കാനുള്ള അവസരങ്ങൾ കിട്ടും. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള തോന്നൽ വന്ന് കുടുംബ ബന്ധങ്ങൾ ഒന്നിക്കാനും, ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ട, മക്കളും വേണ്ട എന്ന് പറയണവർക്കും ഭാര്യയും വേണം, ഭർത്താവും വേണം, മക്കളും വേണം, കുടുംബവും വേണം, ജീവിതവും വേണം, ജീവനും വേണം എന്ന് തോന്നുന്ന അവസ്ഥ. ജീവൻ വേണമെന്ന് വെച്ചാൽ എന്തെന്നറിയാം, മരിച്ചു കളയണമെന്നൊക്കെയുള്ള ആഗ്രഹമുള്ളവർക്കും ജീവിക്കണമെന്ന് കൊതി തോന്നുന്ന സമയമാണ്. അങ്ങനെ നല്ല കാര്യങ്ങളിൽ നേട്ടങ്ങളൊക്കെ കിട്ടി, നമുക്ക് അഭിവൃദ്ധി കിട്ടി, ചെറിയ സാലറി പ്രൊമോഷനൊന്നും കിട്ടാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി, നല്ല സാലറി, പ്രൊമോഷനും, പ്രോഫിറ്റും, കമ്മീഷനും, പിന്നെ നിങ്ങളുള്ള ടാർഗറ്റ് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റും ഒക്കെ കിട്ടും. അങ്ങനെ നല്ല രീതിയിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ അവർ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്ന സമയം. 2026 10-ാം മാസം വരുമ്പോൾ വേഴൻ 2-ന്ന് മാറി ചിങ്ങത്തിൽ 3-ൽ വരും. അവിടെ ഇത്തിരി കരടാണ്. 3-ൽ വേഴം വരുമ്പോൾ നമുക്ക് വിനാശകാല വിപരീത ബുദ്ധിയാണ്. പെട്ടെന്ന് കലഹവും വിരോധവും വന്ന് സഹോദരങ്ങളോടും ബന്ധുക്കളോടും സന്താനങ്ങളോടൊക്കെ അങ്ങ് കലഹം തോന്നും. കാരണം 3 പറയുന്നത് കലഹം ആണ്. ഫല അരിഭവനെ സഹദേവ ബൃഹദാം ഭക്തിയോ സ്ഥിതി കലഹാദ. 3-ലോ 6-ലോ വേഴനും ശുക്രനും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഈ കലഹം ഉണ്ടാവുന്നത്. കലഹം ഭയങ്കര ദോഷമാണ്. കല ഹനയതി ഇതി കലഹാദാണ്. കലയെ ഹനിക്കുന്ന സാധനമാണ് കലഹം. കലഹമുള്ള വീട്, നാട്, രാഷ്ട്രീയം, അമ്പലം എങ്ങും ഇതുവരേക്കും നന്നായിട്ടില്ല. 2 രാജ്യങ്ങൾ തമ്മിൽ തന്നെയുള്ള യുദ്ധം കലഹമാണ് കാരണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കലഹിച്ച് നേടാമെന്ന് വിചാരിക്കല്ലോ. സ്നേഹിച്ച് നേടണമെന്ന് വിചാരിച്ചാൽ പറ്റും. കലഹിച്ച് നേടാന്ന് പറഞ്ഞാൽ അത് പിന്നെ വലിയ ശത്രുതയായിട്ട് വരും. കാരണം വേഴ 3 വരുമ്പോൾ സഹോദര സ്ഥാനം 3, ധനകാരകൻ വേഴ, സന്താനകാരകൻ വേഴ. അപ്പോൾ സഹോദരങ്ങളുമായിട്ട് കലവും, സന്താനങ്ങളുമായിട്ട് കലവും. അതേപോലെ ബാങ്കിങ് ഇടപാട്, കൊടുക്കൽ വാങ്ങൽ ഇടപാട്, ഇതിലൊക്കെ ബാങ്കുകാർ പറ്റിച്ചുകൊണ്ടും സൈബർ അറ്റാക്കുകൾ നമുക്കുണ്ടാകുന്നതും, റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ഇതിലൊക്കെ നമ്മൾ കുരുങ്ങിപ്പോണതും, കടങ്ങൾ വാങ്ങിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവസാനം കടം തീർക്കാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞ് എല്ലാം നമ്മൾ വിഷമിച്ച് പോകുന്നതും, ഇനി വസ്തു വിൽക്കണം, വണ്ടി വിൽക്കണം എന്നൊക്കെ തോന്നുന്നതുമായ പ്രതിസന്ധിയാണ്. അപ്പോൾ അതുകൊണ്ട് വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനൊക്കെ വേണമെങ്കിൽ നമുക്ക് കടം വാങ്ങിക്കാം. കാരണം അത് മുതലാണ്. വിറ്റ് വേണമെങ്കിലും കടം തീർക്കാനുള്ള സാധനം അതിൽ തന്നെ ഉണ്ട്. അതേസമയം വേറെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഷെയർ മാർക്കറ്റ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ, ഇങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടുകളിലൊന്നും ചെന്ന് ചാടി കുരുങ്ങിപ്പോകരുത്. അത് വളരെ സൂക്ഷിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ജനുവരി മുതൽ 2027 ജനുവരി മുതൽ 2027 6-ാം മാസം 26-ാം തീയതി വീണ്ടും വേഴൻ 2-ൽ. അപ്പോഴും വീണ്ടും നമുക്ക് നല്ലതായ അഭിവൃദ്ധികൾ കിട്ടും. അപ്പോൾ ഈ വേഴം 3 നിൽക്കുന്ന കാലഘട്ടം നമുക്ക് കലഹങ്ങൾ, തടസ്സങ്ങൾ, വിഷമങ്ങൾ, ഒരു ജോലി കിട്ടിയാലും നിങ്ങളറിയാതെ രാജിവെച്ച് പോകണമെന്ന് തോന്നും. ഒരു അഡ്മിഷൻ കിട്ടിയാലും അതെനിക്ക് വേണ്ടാന്ന് തോന്നിപ്പോ. ഒരു അധികാരം കിട്ടിയാലും വേണ്ടാന്ന് തോന്നിപ്പോ. അങ്ങനെയൊക്കെ ഉള്ള പ്രതിസന്ധികളുള്ള ഒരു ഘട്ടവും വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് വേഴം മറിഞ്ഞു വരുമ്പോൾ വളരെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് പെട്ടെന്ന് അണഞ്ഞു പോകുന്നത് പോലെയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വിളക്ക് ഊതി അണയ്ക്കാതെ ഉള്ള വിളക്കിൻ്റെ വെളിച്ചം കെടാതിരിക്കുക, കാര്യമായ രീതിയിൽ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ജീവിച്ചാൽ നമുക്ക് കുരുക്കുകളിൽ നിന്നും ഒരുപാട് രക്ഷപ്പെടാം. ഈ വിരോധം കാണിക്കുന്നതിനേക്കാളും കുറച്ച് സ്നേഹം കാണിച്ചാൽ പോലെ ആളുകൾ വിരോധിക്കൂലല്ലോ. ഡ്രസ്സിന് പോകില്ല, അടിക്കാൻ വരൂല, കൊല്ലാൻ വരൂല, മയത്തി അങ്ങ് പോവാം. അങ്ങനെ എങ്കിലും നമുക്ക് ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജോമം, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജയൊക്കെ ചെയ്തോളണം. കാരണം എന്താ പറയുക, നമുക്ക് ദോഷം വന്നിട്ട് നമ്മൾ ദോഷം തീർക്കാൻ വേണ്ടി നടക്കുന്നതിനേക്കാൾ ദോഷം വരാതെ നമ്മൾ പരിഹാരങ്ങൾ ചെയ്ത് പരിഹരിച്ച് പ്രവർത്തിച്ച് പോയ വലിയ കുരുക്കുകൾ നമ്മളെ പരിസരത്ത് പോലും വന്ന് ബാധിക്കാതെ എല്ലാ കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ട് നമുക്ക് ജീവിതത്തെ നേട്ടങ്ങളും നിലനിൽപ്പിന് ദോഷമില്ലാത്ത സാഹചര്യങ്ങളും നമ്മുടെ ശ്രദ്ധയോടും ഭക്തിയോടും
സ്നേഹത്തോടും സംരക്ഷിച്ച് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരണം. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നമുക്ക് എന്തെങ്കിലും ഗ്രഹപ്പിഴകൾ, ദോഷ സമയങ്ങൾ, ദശാകാല ദോഷങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഗുണം കിട്ടൂല. അതൊരു പ്രത്യേക കാര്യമാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് പറയണതൊന്നും നമുക്ക് പഠിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അതുള്ള കാര്യമായിരിക്കില്ല, എന്ന് മോശമായിട്ട് നമ്മളെയൊന്നും മോശം പറയണതല്ല. അപ്പോൾ ജാതകത്തിൽ ചിലപ്പോൾ ജനിച്ചപ്പോഴേ ഭാഗ്യക്കുറവുണ്ടെങ്കിൽ അത് നിങ്ങളെ പ്രാർത്ഥന കൊണ്ടും പരിഹാരം കൊണ്ടും ഒക്കെ രക്ഷപ്പെടാം. അപ്പോൾ ജാതകം പരിശോധിക്കണമെങ്കിൽ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തരേണ്ടതുണ്ട്. പിന്നെ എപ്പോഴും ഭഗവാനെ പഠിച്ച് പ്രവർത്തിച്ച നിങ്ങളെല്ലാ വിനകളും മാറാൻ ആദ്യം കുടുംബക്ഷേത്രത്തിലും ഗ്രാമപരിസര ക്ഷേത്രത്തിലും വേഴം മറന്നു നിൽക്കുന്നത് കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലും കാലഭൈരവ ക്ഷേത്രത്തിലൊക്കെ ദർശന വഴിപാടുകളൊക്കെ നടത്തിയ നിങ്ങളെ ഗ്രഹപ്പഴ മാറിക്കിട്ടുകയും നല്ലത് വരികയും ചെയ്യും. എല്ലാവർക്കും കാലഭൈരവ സ്വാമിയുടെയും ശ്രീ പത്മനാഭസ്വാമിയുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും കടാക്ഷങ്ങളും കൊണ്ട് സർവ ദുരിതങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.